ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുർമൂസിനോട് ചോദിച്ചു, നിരപരാധികളായ പലരെയും വധിച്ചു കളഞ്ഞവനാണ് നീ, അതിന് പകരം നിന്നെ വധിക്കുന്നതിൽ നിന്ന് നീ മുക്തനാകണമെങ്കിൽ നീ നമ്മളെ കൂടെ വരികയാണെങ്കിൽ വിട്ടുതരാ. അപ്പൊ ഹുർമൂസിന്റെ മറുപടി, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും തരാൻ കഴിയൂല, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിട്ടാ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വിധിച്ചു. വിധിച്ചപ്പോഴാണ് അദ്ദേഹം വെള്ളം ചോദിച്ചു. വെള്ളം കൈ കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, ഉമറെ ഇത് കുടിക്കാൻ അവസരം തരുമോ? അവസരം തരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ചതിന് ശേഷമേ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് വെള്ളം നിലത്തൊഴിച്ചതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, എന്നെ കൊല്ലാൻ പാടില്ല, വാക്ക് പാലിക്കണം, നിങ്ങൾ ഇസ്ലാം വാക്ക് പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. വാക്ക് പാലിക്കണം, വാക്ക് പാലിക്കണം എന്നത് വലിയ വിഷയമാണ്. ഇപ്പൊ പറഞ്ഞാൽ നീണ്ടുപോകും, പറഞ്ഞാൽ നീണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടോ, ചില ആളുകൾ റമദാൻ മാസമായിട്ട് ഇതുവരെ ഭാര്യനെ വിളിക്കാത്തവരുണ്ട്. ഈ വന്നതിൽ കൂട്ടത്തിലുണ്ട് എന്നല്ല, ഇല്ലാന്നുമല്ല, ഞാൻ അറിയില്ല. ഞാൻ അറിഞ്ഞു ഒരാളെ പറ്റി, എല്ലാം കൊണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അറിഞ്ഞു, അയാൾ കുറേ ദിവസമായി ഭാര്യനെ വിളിക്കാത്തത്, ഭാര്യനെ ടെലിഫോണിൽ വിളിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പക്ഷേ ഭാര്യ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും അപാകതയൊക്കെ സംഭവിച്ചു പോയതായിരിക്കാം, ഒക്കെ സ്വാഭാവികമാണ്. ഉസ്താദെ നിങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ പോരോ, ഇതിൻ്റെ മുമ്പ് വിളിച്ചപ്പോൾ അവളെന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിഞ്ഞൂടാലോ. അതാണ് പ്രതികരണം അതാണ്. അവളെന്താ പറഞ്ഞതെന്ന് ഞാൻ അറിയണം, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ പറഞ്ഞത്. ഇനി ഒരു കാലത്തും വിളിച്ചാൽ നിങ്ങളെ തലാക്കിയല്ലോ എന്ന് അവൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അവളങ്ങനെ പറഞ്ഞാൽ തലാക്ക് പോകില്ല. നമ്മൾ പറഞ്ഞാലേ പോവുള്ളൂ. അവൾ പറഞ്ഞുകൊണ്ട് തലാക്ക് പോകില്ല. നിങ്ങളെ തലാക്കിയല്ലോ അവൾ പറഞ്ഞാൽ തലാക്ക് പോകില്ല. നമ്മൾ പറഞ്ഞാൽ തലാക്ക് സംഭവിച്ചെന്ന് വരും. അതിന് സംഭവിച്ചിട്ട് പിന്നെ മസേലയും ചോദിച്ച് വരണ്ട. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. ഞങ്ങളൊരു ചങ്ങായി വിളിച്ചിട്ട്, ഉസ്താദെ ഞാൻ 3 ചൊല്ലി എന്ന് പറഞ്ഞു, ഇനി എന്താ വേണ്ടത് ചോദിച്ചു. ഇനി എന്താ വേണ്ടതെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത്. അത് ആദ്യം ചോദിക്കണ്ടേ, പിന്നെ കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ആലോചിക്കണം, ഭാര്യമാരെ വിളിക്കണം. അതെന്തേ കാരണം? നമ്മളൊരു കരാറ് മുഖേനയാണ് ഭാര്യയെ സ്വീകരിച്ചത്, അത് ഓർമ്മ വേണം. ഒരു വാക്ക് ലംഘിക്കാൻ പാടില്ല. എന്താണ് കരാറ്? ആദ്യം തന്നെ കരാറ്, നിക്കാഹിനിരിക്കുമ്പോൾ എന്താ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ? ആദ്യം തന്നെ, ഇപ്പൊ പറയുന്നില്ല, ഞാൻ വിവാഹത്തെക്കുറിച്ച് മാത്രം ഞാൻ 5 ദിവസം പ്രസംഗിച്ച CD ഉണ്ട്. ആ CD കേൾക്കാത്തവരൊക്കെ കേൾക്കണം. ഞാൻ എന്നോട് വന്ന് പറഞ്ഞ ആളോട് പറഞ്ഞാൽ അയാൾക്ക് ആ CD കൊടുക്കണമെന്നാണ്. പ്രസംഗിച്ചു വിടാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. CD പ്രചരിപ്പിക്കാൻ നമ്മളെ പ്രവർത്തകർക്കേ കഴിയൂ. അത് അവർ ചെയ്യേണ്ടതാണ്. അള്ളാഹിന്റെ അവർ ഉത്തരവാദിയായിരിക്കും. നമുക്ക് പ്രസംഗിക്കാനേ കഴിയുള്ളൂ. പ്രചരിപ്പിക്കൽ അത് പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തമാണ്. നമുക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, വിവാഹം വളരെയേറെ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള വിഷയമാണ്. കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, അൻകഹ്തുക ബിന്തി, എൻ്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഖബിൽതു നിക്കാഹഹ, ഞാൻ അവളെ നിക്കാഹ് സ്വീകരിച്ചു. ഇതിനു മുമ്പ് പറയുന്നൊരു വാചകമുണ്ട്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് ഞാൻ എൻ്റെ മകളെ ഇണയാക്കി തരുന്നു. എന്താണ് ഞാനും നീയും തമ്മിലുള്ള കരാറ്? നല്ല നിലക്ക് അവളുടെ കൂടെ പെരുമാറി ജീവിക്കുക, അല്ലെ നല്ല നിലക്ക് വിട്ടുതരാം, രണ്ടിലൊന്ന്. ഇത് അർത്ഥം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറയലുണ്ടാവില്ല. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഇത് പറഞ്ഞിട്ടാണ് അൻകഹ്തുക ബിന്തി, എൻ്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. എന്താ നിക്കാഹിന്റെ അർത്ഥം? കൂട്ടിച്ചേർത്തു തന്നു എന്നാ വാക്കിന്റെ അർത്ഥം. കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഇന്ന് മുതൽക്ക് ഒന്നാണ്, രണ്ടില്ല, രണ്ടാളും ഒന്നാണ്. കൂട്ടിച്ചേർത്തു തന്നു. ചായപ്പൊടിയും നല്ല തിളക്കുന്ന വെള്ളവും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും എല്ലാം കൂടിയാൽ അതിൻ്റെ പേര് ചായ. എല്ലാത്തിനും കൂടി പേരൊട്ടൊന്നാ ചായ. എത്രയൊരു പേരുള്ളൂ. പിന്നെ അവിടെ പഞ്ചസാരയും പാലും ചൂടുവെള്ളവും കൂടിയത് എന്നാരും പറയില്ല. കാരണം എല്ലാം കൂടി ഒന്നാണ്. ഇതുപോലെ നീയും അവളും ഒന്നാണ്. അതാണ് ഇസ്ലാമിന്റെ നിക്കാഹിന്റെ വാചകം. അൻകഹ്തുക ബിന്തി, എൻ്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തന്നു. അപ്പോഴാ ഖബിൽതു നിക്കാഹഹ, നിങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നു ഞാൻ സ്വീകരിച്ചു. അത്ര ഉന്നതമായൊരു വാചകം, ഇത്ര ഉന്നതമായ ഒരു ഇടപാട്, ഇത്തരം ഒരു ഉടമ്പടി, അത് ഇസ്ലാമിനല്ലാതെ വേറെ ആർക്കും ചൂടിക്കാൻ കഴിയില്ല. അത്രയും ഭദ്രമായൊരു വാചകമാണത്. അൻകഹ്തുക ബിന്തി. വേറെ ഒരു വാചകം കൂടി മാത്രമേ നിക്കാഹിന് പറ്റുള്ളൂ. ഇനി ഒരു വാചകം കൂടി പറ്റുന്നതുണ്ട്. എന്താണ്? സവ്വജ്തുക ബിന്തി, എൻ്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. ഇണയാക്കി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അപ്പുറത്തുള്ളത് ഇല്ലെങ്കിൽ ഇപ്പുറത്തുള്ളതിന് പ്രസക്തി ഇല്ല എന്നാണ്. അപ്പുറത്തുള്ളത് ഇല്ലെങ്കിൽ ഇപ്പുറത്തുള്ളതിന് പ്രസക്തി ഇല്ല. ജപ്പാനിൽ പണ്ട് തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. ജപ്പാനിലെ തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. എന്ത് പണിമുടക്ക്?
അവർക്ക് ശമ്പളം വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ട് പണിമുടക്കാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മളെ നാട്ടിൽ പോലത്തെ പണിമുടക്കല്ല. നമ്മളെ നാട്ടിൽ പണിമുടക്ക് നടത്തൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളെ നാട്ടിൽ പല സമരമുണ്ട്. ആ സമരത്തിന്റെ കോലം എന്താ അറിയും? അങ്ങനത്തെ ഒരു സമരം ഇവിടെ നടത്താൻ എന്തായിരിക്കും ധൈര്യമില്ലാത്തത് എനിക്ക് മനസ്സിലായി. നമ്മളെ നാട്ടിലെ സമരത്തിന്റെ സ്വഭാവം എന്താ? യാത്ര പോകുന്നവനെ തടഞ്ഞിടുക, അതുപോലെ തന്നെ എല്ലാ തോന്നിവാസവും ചെയ്യുക. സുബ്ഹാനദല്ല ജലാലു. സ്കൂളിൽ ഞാൻ SSF കാരനായ കാലത്ത് പ്രസംഗിച്ച എനിക്ക് ഓർമ്മയുണ്ട്. 5 ബെഞ്ച് വേണ്ട ഒരു സ്കൂൾ 4 ബെഞ്ചുകൾ. എന്നാലും സമരം തുടങ്ങി. സമരത്തിന്റെ തുടക്കം എങ്ങനെ? 2 ബെഞ്ച് അടിച്ചു മുറിച്ചിട്ട്. അതാണ് നമ്മളെ നാട്ടിലെ സമരത്തിന്റെ കോലം. സുഹൃത്തുക്കളെ, നശീകരണം, മുഴുവനും നശീകരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നശീകരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, അതല്ലേ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ തലയിൽ നിന്ന് വരേണ്ടത്? നശീകരണ പ്രവർത്തനങ്ങളാണോ? അതിരിക്കട്ടെ, ജപ്പാനിലെ തൊഴിലാളികൾ, അവർക്ക് ചെരുപ്പ് കമ്പനിയിലെ തൊഴിലാളികൾ അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി സമരം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഒരൊറ്റ ദിവസവും കമ്പനി പൂട്ടാൻ പാടില്ല, ഒരു തൊഴിലാളിയും പണി മുടക്കാൻ പാടില്ല. അതേ സമയത്ത് ശമ്പളം കൂട്ടി കിട്ടണം. അവരെന്താ എടുത്ത പണി? അവർ തീരുമാനിച്ചു, ഒരു കാലിന്റെ ചെരുപ്പ് മാത്രം നിർമ്മിക്കുക, ഒറ്റക്കാലിന്റെ ചെരുപ്പ് മാത്രം നിർമ്മിക്കുക എല്ലാ ദിവസവും. ഒരൊറ്റ മുതലാളിക്കും വിറ്റ് കാശാക്കാനാവില്ല. അതേ സമയത്ത് ഒരു ദിവസവും വെറുതെ ഇരിക്കണ്ട, കമ്പനി പൂട്ടുകയും വേണ്ട. മുതലാളിമാര് അവരുമായി പഞ്ചായത്ത് പറയാൻ വന്നു. അവർ തമ്മിൽ കോംപ്രമൈസിനായപ്പോ പിറ്റേ ദിവസം മുതൽക്ക് മറ്റേ കാലിന്റെ ചെരുപ്പ്, ഒരു പ്രശ്നമില്ല. അതാണ് ബുദ്ധി. നശീകരണ പ്രവർത്തനങ്ങളിലൂടെയല്ല സമരമുറകൾ കാണിക്കേണ്ടത്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ഒരു നശീകരണത്തെയും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അങ്കഹത്ത് ഞാൻ പറയാൻ കാരണം, ചെരുപ്പ് ഇണകളാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ആ കമ്പനിക്കാർ കുടുങ്ങിയത്. കാരണം ഒന്ന് മറ്റൊന്നിന്റെ ഇണയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തിയില്ല. ഇതേ വാചകമാണ് നിക്കാഹിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു വാചകം. സവ്വജതുക ബിന്തി, എന്റെ മകളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. എന്റെ അർത്ഥം എന്താ? ഖബിൽതു തസ്വീജഹാ. അതിന്റെ അർത്ഥം എന്താ? അവളെ നിങ്ങൾ എനിക്ക് ഇണയാക്കി തന്നത് ഞാൻ സ്വീകരിച്ചു. ഇനി ഞങ്ങൾ രണ്ടാളും ഇണയാൻ. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തിയില്ല. ഭർത്താവില്ലാതെ ഭാര്യയ്ക്കും, ഭാര്യയില്ലാതെ ഭർത്താവിനും പ്രസക്തിയില്ല. പക്ഷെ ഈ ചിന്ത പലർക്കുമില്ല. ചിലരെ ധാരണ എന്താ അറിയോ? ചിലരെ ധാരണ ഇത് ഒരു മുന്നണി സംവിധാനമാണ്. അത് മുന്നണി സംവിധാനത്തിന്റെ സ്വഭാവം നമുക്കറിയാലോ. അതെങ്ങനെ? സ്ഥാനാർത്ഥിനെ നിർത്തുമ്പോൾ തന്നെ പരസ്പരം അങ്ങേയറ്റത്തെ കുഴപ്പം. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ചിലപ്പോൾ റിബലി, പിന്നെ അതും കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും മന്ത്രിസ്ഥാനം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി. ഞാൻ പിൻവലിക്കൂലേ ഭീഷണി. ഇതുപോലെയാണോ നിക്കാഹ്? ഇതൊരു മുന്നണി സംവിധാനമാണോ? അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനമാണോ? ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എത്ര വലിയൊരു ഇടപാടാണ് നിക്കാഹ്. അതിന് നല്ല ബോധം വേണം മുസ്ലിം ഉമ്മത്തിന്. അതുകൊണ്ട് എത്ര ഹലാക്കുകൾ, എന്തെല്ലാം നാശങ്ങളാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്നവർക്ക് ഞാൻ വിവാഹം എന്ന CD ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഭർത്താവ് മരിച്ചാൽ, ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ മറ്റൊരു ഭർത്താവിന് വിവാഹിതയായാൽ പോലും, അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വിവാഹം നടന്നാലും, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് 4 മാസവും 10 ദിവസവും യുദ്ധം ഇരിക്കണമെന്നല്ലേ? പക്ഷേ അവൾ ഗർഭിണിയാണെങ്കിൽ, ഭർത്താവ് മരിച്ച ഉടനെ തന്നെ അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതാൻ കഴിയും. അപ്പൊ അന്നേരം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? വേറൊരാൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കർമ്മശാസ്ത്രം. അങ്ങനെ നിക്കാഹ് ചെയ്താൽ തന്നെ ആദ്യത്തെ ഭർത്താവിനെ അവൾക്ക് കുളിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റുമെന്നാ പറഞ്ഞത്. മയ്യത്ത് കുളിപ്പിക്കൽ പെണ്ണല്ല നല്ലത്, പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആണാണ് നല്ലത്. എന്നാലും അവൾ കുളിപ്പിച്ചാൽ തെറ്റൊന്നുമില്ല. പോരാ, ആദ്യത്തെ ഭർത്താവിന്റെ സ്വത്തിന്റെ 4/1 അവകാശം ഭർത്താവിന് മക്കളില്ലെങ്കിൽ അവൾക്ക് കിട്ടും. ഇവള് വേറൊരു ഭർത്താവിന്റെ കൂടെ പോയാലും കിട്ടും. ഇതുപോലെ ഭാര്യയുടെ സ്വത്തിന്റെ പകുതി അവകാശം ഭർത്താവിന് ലഭിക്കും മക്കളില്ലെങ്കിൽ. ചെറിയതല്ല വിഷയം, വല്ലാത്ത ബന്ധമാണത്, വലിയ ബന്ധമാണത്. ആ ഊട്ടിയുറപ്പിക്കപ്പെട്ട ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തതിന്റെ പേരിൽ അങ്കഹത്തുക ബിന്ദി എന്ന് പറയുമ്പോ ആയിരക്കണക്കിന് ആളുകളെ പന്തലിൽ കൊണ്ടുവന്ന് അണിനിരത്തുകയും എല്ലാവർക്കും ബിരിയാണി വെച്ച് വിളമ്പുകയും പലരെയും ക്ഷണിച്ചു വെത്തുക ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന വാചകത്തിന്റെ ഗൗരവം എത്രയെന്ന് പലരും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഭാര്യയെ ടെലിഫോൺ ചെയ്യാൻ പലപ്പോഴും മടി തോന്നുന്നത്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ മടി തോന്നുന്നത്, ആ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണു തിരിക്കുന്നത്, ആ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ടെലിഫോൺ നമ്പർ മറ്റൊരു പെണ്ണിൻ്റേത് കൈവശപ്പെടുത്തുന്നത്. ഈ വാക്കിനെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യൻ ബോധമുള്ളവനാകണം, ഏത് വാക്കിനെ കുറിച്ചും ബോധമുള്ളവനാകണം. പറയുന്ന വാക്ക് ആത്മാർത്ഥമാകണം, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാകണം. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സ്ട്രൈറ്റ് ലെവലാണ്, നേർക്കുനേരെയുള്ള ജീവിതമാണ് ഇസ്ലാം. അവിടെ വഞ്ചനയില്ല, തട്ടിപ്പില്ല,
പാരവെക്കലില്ല, കുറ്റം പറയലില്ല, നിസ്സാരപ്പെടുത്തലില്ല, പരിഹസിക്കലില്ല. അങ്ങനെയുള്ള ഒരു വിഷയവും പരിശുദ്ധ ഇസ്ലാമിലില്ല. ഇസ്ലാം അത് സുന്ദരമായൊരു പ്രസ്ഥാനമാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ അതിലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹമായി നമ്മുടെ സമൂഹം അതപ്പതിച്ചപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ ജനങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ അവരുടെ മാനസികമായ മാറ്റം വരുത്തി പൂർവ്വകാലത്തുള്ള സജ്ജനങ്ങളെ പോലെ സംസ്കരിക്കപ്പെടാത്ത കാലത്തോളം 1000 പ്രസംഗം കൊണ്ട് കാര്യമില്ല, ഒരുപാട് ഗ്രന്ഥമിറക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് കേന്ദ്രങ്ങളെ കൊണ്ട് കാര്യമില്ല, ഒരുപാട് സംഘടനകളെ കൊണ്ട് കാര്യമില്ല. ഓരോരുത്തന്റെയും മനസ്സ് സംസ്കരിക്കപ്പെടണം. പരിശുദ്ധ ഇസ്ലാം അതിന്റെ പവിത്രത മനസ്സിലാക്കി ജീവിക്കണം. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറപ്പ് നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓർഡർ, അദ്ദേഹത്തെ കൊല്ലണ്ട, അദ്ദേഹത്തെ കെട്ടയച്ച് വിട്ടോളൂ. നമുക്ക് പ്രശ്നം, നമ്മുടെ വിഷയം, നമുക്ക് ആദർശമാണ്, ആശയമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആദർശമാണ് നമുക്ക് വലുത്, അതിലപ്പുറം ഒന്നുമില്ല. ചിലപ്പോൾ ചില ദുർബലന്മാർക്ക് തോന്നും, അയാളിപ്പം കെട്ടയച്ച് വിട്ടാ നാളെ തന്നെ അയാൾ വാളെടുത്ത് ഇറങ്ങിയാലോ. അവിടെയാ ഞാൻ പറഞ്ഞത്, ഉറപ്പ്, അള്ളാഹുവിനുള്ള ഉറപ്പ്. അള്ളയല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത്, അള്ളാഹുവല്ലേ അതിന് കഴിവ് കൊടുക്കേണ്ടത്. ആ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ വാക്ക് പറയുന്നതെങ്കിൽ ആ പടച്ചറബ് നമ്മളെ ഉമ്മത്തിന് സംരക്ഷണം നൽകിക്കോളും. അതിനവൻ കഴിവുള്ളവനല്ലേ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആ കൽപ്പനയനുസരിച്ച് വാക്ക് പാലിക്കുകയെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടഴിച്ചു വിടാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം അവിടുന്ന് പോയി ഒരരുവിയിൽ നിന്നൽപ്പം വെള്ളം കോരിയെടുത്ത് ശരീരത്തിലൊഴിച്ച് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് ചൊല്ലുന്നു. ഉമറേ, നേരത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങളെ കൂടെ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ കൊല്ലുന്നത് പേടിച്ചിട്ട് വന്നതാണെന്ന്. ഞാൻ അങ്ങനെ ഒന്ന് പേടിച്ചിട്ട് വരുന്നവനല്ല, മറിച്ച് നിങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇപ്പോൾ നിമിത്തമായത് നല്ല ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ട്. ആ നേതൃത്വം പറയുന്നതിനപ്പുറം നീങ്ങാത്ത അണികളുണ്ട്. ആ നേതൃത്വത്തെ വിശ്വസിച്ച അണികളുണ്ട്. ആ അണികൾ നേതൃത്വം പറയുന്നത് പോലെ ജീവിക്കുന്നു. നേതൃത്വം വിവരമുള്ളവരാണ്. ആ വിവരമുള്ളവരുടെ നേതൃത്വത്തിന് കീഴിൽ അവരുടെ നിർദ്ദേശപ്രകാരം നീങ്ങുന്ന ഒരു അനുയായി വൃന്ദം നിങ്ങൾക്കുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ പ്രസംഗിക്കൽ മാത്രമല്ല, പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, എന്താണോ പ്രസംഗിക്കുന്നത്, അത് പ്രവർത്തന രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പറയുന്നത് പ്രവർത്തിക്കുന്നവരും അച്ചടക്കമുള്ള അനുയായികളും തൻ്റെ ഇടമുള്ള നേതൃത്വമുള്ള ഒരു വിഭാഗത്തിന്റെ കൂടെ വന്നു ചേരുന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹുർമൂസ് മുസ്ലിമാകുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ